രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ബജറ്റിൽ കൊല്ലം ജില്ലയ്ക്ക് സമ്മാന പെരുമഴ. വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായ ഇടനാഴിക്ക് ഭൂമി വാങ്ങാൻ 1000 കോടി രൂപ മുതൽ കൊല്ലത്തും കൊട്ടാരക്കരയിലും വ്യവസായ പാർക്കും കശുവണ്ടി മേഖലയ്ക്ക് 93 കോടി രൂപയും അനുവദിച്ചതിനെ കൊല്ലം പൗരാവലി ഹൃദയപൂർവ്വം സ്വീകരിച്ചു. ആരും ആഗ്രഹിക്കുന്ന കുതിക്കുന്ന വികസന പദ്ധതികളാണ് സംസ്ഥാന ബജറ്റിൽ കൊല്ലത്തിന്റെ പേരിൽ ഇടം നേടിയത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമായതോടെ വികസന സാധ്യത മുന്നിൽ കണ്ട് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായ ഇടനാഴിക്ക് ഭൂമി വാങ്ങാൻ 1000 കോടി രൂപയാണ് ബജറ്റിൽ നീക്കിവെച്ചത്. കൊല്ലത്തും കൊട്ടാരക്കരയിലും IT പാർക്ക് അനുവദിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. കൊട്ടാരക്കരയിൽ രവിനഗറിൽ സ്ഥിതി ചെയ്യുന്ന കല്ലട ജലസേചന പദ്ധതി ക്യാമ്പസിലെ ഭൂമിയിലാണ് 1 ലക്ഷത്തോളം ചതുരശ്ര അടി വിസ്തീർണമുള്ള പാർക്ക് നിർമ്മിക്കുക. കിഫ്ബിയും കിൻഫ്രയും കൊല്ലം കോർപ്പറേഷനുമായി ഏർപ്പെടുന്ന കരാറിന്റെ അടിസ്ഥാനത്തിൽ 2025-26 സാമ്പത്തിക വർഷത്തിൽ തന്നെ ആദ്യഘട്ട IT പാർക്കിന് രൂപം നൽകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചു. കശുവണ്ടി മേഖല പുനർജീവനത്തിനുൾപ്പെടെ 93 കോടി രൂപയാണ് വകയിരുത്തിയത്. ഇതോടെ പരമ്പരാഗത തൊഴിൽ മേഖലയ്ക്കുള്ള ഒരു കരുതൽ കൂടിയായി ഈ ബജറ്റ്. കേന്ദ്ര ബഡ്ജറ്റ് വന്നപ്പോൾ അത് വളരെ നിരാശാജനകവും പ്രതീക്ഷകൾ അറ്റുപോവുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കശുവണ്ടി മേഖലയോട് സ്വീകരിച്ചത്. അപ്പോൾ പിന്നെ പ്രതീക്ഷ സംസ്ഥാന സർക്കാരിലാണ് നമ്മൾ അർപ്പിച്ചത്. സംസ്ഥാന സർക്കാരാകട്ടെ ഏറ്റവും വലിയ പ്രാധാന്യം സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഉണ്ട് എന്ന് ഉള്ളത് വസ്തുതയാണെങ്കിലും കശുവണ്ടി മേഖലയെ കൈയഴിച്ച് സഹായിക്കുന്ന ഒരു നിലപാട് സംസ്ഥാന ബഡ്ജറ്റിലൂടെ കാണാൻ കഴിയും. കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് ഇൻവെൻഷണൽ റേഡിയോളജി ഉൾപ്പെടെയുള്ള അത്യാധുനിക ഇമേജിംഗ് സൗകര്യങ്ങൾക്കും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ പുതിയ വ്യവസായ ഫുഡ് പാർക്കിന് പ്രാരംഭ ചെലവുകൾക്ക് 5 കോടി രൂപ നീക്കിവെച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് 30 കോടി രൂപയും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് പിൽഗ്രീം ഹൗസിനും അമ്യൂണിറ്റി സെന്ററിനുമായി 5 കോടി രൂപയും അനുവദിച്ചു. കൊല്ലം ശാസ്താംകോട്ട ഇക്കോ ടൂറിസം പദ്ധതിക്ക് 1 കോടി രൂപ, കൊല്ലം നീണ്ടകരയിൽ വല നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കാൻ 5 കോടി രൂപ, റോഡ്, പാലം, സ്കൂൾ, ആശുപത്രി, പോലീസ് സ്റ്റേഷൻ തുടങ്ങി സമസ്ത മേഖലകൾക്കും ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട്. കൊല്ലത്തിന് നൽകിയ കരുതലിന് സർക്കാരിന് CPM കൊല്ലം ജില്ലാ സെക്രട്ടറി സുദേവൻ നന്ദി പറഞ്ഞു. കൊല്ലത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന നിലയിൽ വിഴിഞ്ഞം കൊല്ലം പുനലൂർ ഇടനാഴി ഭൂമി വാങ്ങാൻ 1000 കോടി രൂപ നീക്കിവെച്ചു. കൊട്ടാരക്കരയിലും കൊല്ലത്തും IT പാർക്കുകൾ തുടങ്ങാനും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമാക്കാൻ 30 കോടി അടക്കം നീക്കിവെച്ചത് ജില്ലയെ സംബന്ധിച്ച് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കൊല്ലത്ത് ഓഷനേറിയത്തിന് 20 കോടിയും IT പാർക്ക് അനുവദിച്ചതിനും കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റ് കൊല്ലം പൗരാവലിയുടെ സന്തോഷം പങ്കുവച്ചു. ബഹുമാന്യനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രിയും IT മേഖലയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും 2 തവണ സ്ഥലം സന്ദർശിക്കുകയും ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. കോർപ്പറേഷൻ 2 സ്ഥലമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒന്ന് കുരീപ്പുഴയിലെ ഈ മാലിന്യം നീക്കം ചെയ്ത ഏറ്റവും ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു പ്രദേശം, അതുപോലെ കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള ആണ്ടാം ചിന്നക്കടയുള്ള 5.5 ഏക്കറുമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.